ഹലോ ഗായ്സ്, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ പോകുന്നത് എൻ്റെ മൂത്തേനെയും മൂത്തേൻ്റെ മോളെയും മക്കളെല്ലാം കൂട്ടാനാണ്. അപ്പോൾ കൂട്ടി വന്നതിന് ശേഷം ഫുഡ് കഴിക്കാനുള്ള ടൈമായി. കാരണം ഇവർ ഉച്ച സമയത്താണ് വന്നത്. ഞങ്ങൾ ഫുഡെല്ലാം ഉണ്ടാക്കി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു ഇവർ വരേണ്ടിയിട്ട്. അങ്ങനെ ഇവർ വന്ന പാടെ തന്നെ നമ്മൾ ഫുഡ് കഴിക്കൽ ആരംഭിച്ചു. അപ്പം കുട്ടികൾ ആദ്യം നമ്മളോടൊന്ന് ചില്ലാവാൻ കുറച്ച് ടൈം എടുത്തു. പിന്നെ ഒന്നും പറയേണ്ട, അടിപൊളിയായിരുന്നു. ഞങ്ങൾ വൈബായിട്ട് പോയി. അപ്പോൾ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോണ്ട് മൂത്ത നമ്മുടെ കല്ലുമ്മക്കായി കൊണ്ടുത്തരുന്നു. അതായത് അരിക്കടുക്കാന്നൊക്കെ പറയും. തലശ്ശേരിയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സ്നാക്കാണ്. അതപ്പോൾ മൂത്ത നന്നായി ഉണ്ടാക്കും. അത് അടിപൊളിയായിരുന്നു. അതൊക്കെ കഴിച്ചു. അപ്പോൾ ഉണ്ട് അപ്പൂനോട് ഞാൻ ചോദിക്കുകയാണ്, അപ്പോൾ അപ്പു തരുമോന്നറിയാൻ. താങ്ക് യു. ഓ സെറ്റ്. അതാ താങ്ക് യു. ഞാൻ താങ്ക് യു സമയത്താണ് ഇങ്ങനെ ഒരു അടിപൊളിയായിട്ടുള്ളൊരു കോമഡി ഉണ്ടായത്. പക്ഷെ ഇതൊരു തമാശയാണ് കേട്ടോ. ഇതൊക്കെ ഒരു രസമല്ലേ അല്ലേ? അല്ലെങ്കിലും കുട്ടികളൊക്കെ കൂടുമ്പം വീട് തന്നെ ഒരു ഒച്ചയും എന്താ പറയാ അനക്കമൊക്കെ ഉണ്ടാവും അല്ലേ? അതിനുശേഷം ഞങ്ങൾ ചിയേഴ്സ് അടിച്ച് കളിക്കുകയാണ്. പിന്നീട് അമ്മ പറയുന്നു, ഞാൻ എൻ്റെ ബാഗിൽ എന്തൊക്കെയുണ്ട് നിങ്ങൾക്ക് തരാന്ന് പറഞ്ഞിട്ട് കാണിച്ചു തരാണ്. അപ്പൊ ഞാൻ നോക്കുമ്പോൾ കുറേ സാധനങ്ങൾ അതിൽ കൊണ്ടുവന്നതാണ്. അപ്പൊ ഇത് ഉപയോഗിക്കാത്തൊരു ഫോണാണ്, അവൾക്ക് കളിക്കാൻ വേണ്ടിയുള്ളതായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ സ്കെയിലൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് എന്ന്. അപ്പൊ പറയാണ്, എന്തെങ്കിലും ചിത്രം വരയ്ക്കാൻ തോന്നിയാൽ വരക്കാലോന്ന്. സ്റ്റിക്കേഴ്സ്, അതല്ലാണ്ട് ബ്രേസ്ലെറ്റ്, പിന്നെ നമ്മുടെ സ്കെച്ച് ഉണ്ടായി, കർച്ചീഫ് ഉണ്ടായി, സ്റ്റിക്കേഴ്സ് ഉണ്ടായി, പെന്ന്, പെൻസില്, അങ്ങനെ അവൾക്ക് വേണ്ട എല്ലാ സാധനങ്ങളുടെയാണ് അവൾ നടക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ഈ ബാഗെങ്ങാനും കാണാണ്ട് പോയാലോ? ഇത് ഞാൻ എവിടെയും കാണാണ്ട് പോകില്ല, എൻ്റെ കയ്യിൽ തന്നെ എപ്പോൾ ഉണ്ടാവും പറഞ്ഞു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ നല്ലൊരു തകർപ്പൻ സ്റ്റെപ്പ്. എന്നോട് പറഞ്ഞു, ഇത് നമുക്ക് എല്ലാരെയും പറ്റിക്ക, ഇത് നമുക്ക് ലിബാമ എന്ന് പറയാന്ന് പറഞ്ഞിട്ടാണ് കുട്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വന്നത്. പക്ഷേ പിള്ള മനസ്സിൽ കള്ളമില്ല എന്നാണല്ലോ. കുട്ടി സത്യസന്ധമായിട്ട് കാര്യങ്ങളൊക്കെ പറയാണ്. അപ്പം അത് കഴിഞ്ഞ് അപ്പൂൻ്റെ ഒരു പാട്ടായിരുന്നു.